കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. ചേലക്കര സെൻട്രൽ സ്കൂൾ. കിൻഡർഗാർട്ടൻ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം, പ്രത്യേക പരിചരണവും ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം, ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാസാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു. ചേലക്കര സെൻട്രൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ചേലക്കര കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷം അതിരുകടന്നപ്പോൾ KSU ജോയിന്റ് സെക്രട്ടറിയായ 19-കാരൻ മുഹമ്മദ് അനസിന് കല്ലുകൊണ്ട് തലയ്ക്കടിയേറ്റതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ ക്യാമ്പസിൽ ഭീകരത സൃഷ്ടിച്ച SFI പ്രവർത്തകരായ 2 പേർക്കെതിരെ ചേലക്കര പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. തെരഞ്ഞെടുപ്പ് ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് 3:30യോടെയാണ് ക്യാമ്പസിൽ സംഘർഷം ഉടലെടുക്കുന്നത്. തുടർന്നാണ് സംഘട്ടനവും പിന്നീടുള്ള സംഭവ വികാസങ്ങളും അരങ്ങേറിയത്. KSU നേതാവെന്ന നിലയിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിരോധമാണ് വരവൂർ കുമരപ്പനാൽ സ്വദേശിയായ മുഹമ്മദ് അനസിനെതിരെയുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് FIR-ൽ പറയുന്നു. 1-ാം പ്രതി നിന്നെ കൊല്ലുമട എന്ന് അലറിക്കൊണ്ട് കല്ലുകൊണ്ട് യുവാവിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയായിരുന്നു എന്നാണ് FIR-ൽ പറയുന്നത്. മുഹമ്മദ് അനസ് ഒഴിഞ്ഞുമാറിയെങ്കിലും കല്ല് തലയുടെ ഇടതുവശത്ത് പുറകിൽ കൊള്ളുകയും ആഴത്തിൽ മുറിവുണ്ടാക്കുകയും രക്തം വാർന്നു പോകുകയും ചെയ്തു. വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞുമാറിയ അനസിനെ 2-ാം പ്രതി ഓടിയെത്തി അടിവയറ്റിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കല്ലുകൊണ്ടുള്ള ആ അടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ലായിരുന്നുവെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ എന്ന് FIR-ൽ വ്യക്തമാക്കുന്നു. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ അനസ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 8 മണിയോടെ ആശുപത്രിയിലെത്തിയ ചേലക്കര പോലീസ് മുഹമ്മദ് അനസിന്റെ മൊഴി രേഖപ്പെടുത്തിയാണ് പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത്. ക്യാമ്പസിൽ സംഘർഷമുണ്ടാക്കിയ മറ്റു 3 വിദ്യാർത്ഥികളെ താക്കീത് നൽകി വിട്ടയച്ചതായും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കോളേജ് പരിസരത്ത് നിരീക്ഷണം ശക്തമാക്കിയതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. CCV ന്യൂസ്, പാഞ്ഞാൾ.